ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നോ? ഇതേ നമ്മുടെ മസ്കറ്റ് ഫെസ്റ്റിവലിന് പോയതാണ് കേട്ടോ. നിങ്ങൾ ഓർക്കും എന്നും ഈ മസ്കറ്റ് ഫെസ്റ്റിവലിന് പോവുകയാണോ? ആക്ച്വലി ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. ഇത് കോറം പാർക്കിൽ ഉള്ള മസ്കറ്റ് ഫെസ്റ്റിവലായിരുന്നു. ഈ വീഡിയോ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷേ എന്തൊക്കെയോ സാഹചര്യത്തിൽ ആദ്യം എഡിറ്റ് ചെയ്തത് ഞാൻ മറ്റേതായിരുന്നു, അതായത് അമറാത്തിലെ വീഡിയോ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കോറം പാർക്കിൽ. ഇവിടെ മസ്കറ്റിലുള്ളവർ ആരെങ്കിലും ഇനിയും പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണേണ്ടതാണ് കേട്ടോ. അതെ, ജാനുവരി 31 വരെ ടൈമുണ്ട് കേട്ടോ. അതെ, കോറം പാർക്കിലെ മസ്കറ്റ് ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ പാർക്കിംഗ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ പാർക്കിംഗ് കിട്ടാൻ. പക്ഷേ ഭയങ്കരമായിട്ട് ഇത് അടിപൊളിയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും പോയി കാണേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ശരിക്കും നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. ലൈറ്റിംഗ് ഒക്കെ കണ്ടപ്പം എനിക്ക് സാധാരണ നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുമ്പോഴുള്ള, അതായത് പെരുന്നാളിൻ്റെ സമയത്തോ ഉത്സവത്തിൻ്റെ സമയത്തോ ഉള്ള ആ ലൈറ്റിംഗ് ഉള്ള കണ്ടുള്ള പരിചയമല്ലേ എനിക്കുള്ളൂ. അപ്പം ഇങ്ങനെ ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴാണ് ഞാൻ കൂടുതലും ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യത്തെ കുറത്തെ അടിപൊളിയാണ്. ഞാൻ സീബി പോയി കണ്ടില്ല. ഞാൻ ആകെ പോയിട്ടുള്ളത് ഈ കുറത്തും അമറാത്തിലുമാണ്. അത് വെച്ച് അമറാത്തിലെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറത്തെ ഭയങ്കര സൂപ്പറാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ മസ്കറ്റ് ഫെസ്റ്റിവലിന് കുറച്ച് നേരത്തെ പോയായിരുന്നു. ദേവമോൾക്ക് നിർബന്ധമായിരുന്നു അമ്മ പോകാമെന്നും പറഞ്ഞ്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ടാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലൂ വന്നു, പിന്നെ ഉണ്ണിമോൻ്റെ ബർത്ത്ഡേ വന്നു. അങ്ങനെ കാരണത്താലാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ഞാൻ ഇതുപോലെ ട്രാവൽ ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. കോറം പാർക്കിലെ ലൈറ്റിങ്ങിൻ്റെ ഭംഗിയോടൊപ്പം തന്നെ അവിടെ വാട്ടർ ഡാൻസും പിന്നെ ലേസർ വർക്കാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. സൗണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം വിത്ത് സൗണ്ടിൽ. കോപ്പിറൈറ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുമ്പം എനിക്ക് തന്നെ ചില സമയങ്ങളിൽ ബോറടിക്കാറുണ്ട്. അതായത് നമുക്ക് എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, പിള്ളേർ സ്കൂളിൽ പോകുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കുറച്ച് നേരം ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു, പിന്നെ യോഗയ്ക്ക് കയറുന്നു, പിന്നെ പിള്ളേരെ പഠിപ്പിക്കുന്നു, പിന്നെ ഈവനിങ്ങിൽ എന്തെങ്കിലും കഴിക്കാൻ റെഡിയാക്കുന്നു, കഴിക്കുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ് ആയി കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലൈഫിൽ എനിക്ക് ബോറടി തോന്നാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ ബിസി ആയിട്ട് ഓരോന്ന് ചെയ്ത് പോകുമ്പോഴത്തേന് ബോറടിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് മിക്കപ്പോഴും എപ്പോഴെങ്കിലും വെളിയിൽ ചാടണം എന്നുള്ളൊരു തോന്നൽ ഇവിടെയുള്ള ഓരോരുത്തർക്കും വരുന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും എന്നെപ്പോലുള്ള ആരും കളയാറില്ല. അതിനൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളി. നാട്ടിലൊക്കെ നിന്നപ്പം ഒരിക്കലും ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടില്ല വെളിയിലോട്ട് പോകണം, ഓരോന്ന് കാണണം. പക്ഷേ പ്രായത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല, അതോ ഒമാനിലോട്ടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കറ്റിലെ ലൈഫ്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലിയും, പ്രത്യേകിച്ച് മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് കൺസേൺ ആയിരുന്നു. വെളിയിൽ പോയാൽ അവർക്ക് ജലദോഷം വരുമോ, അവർക്ക് പനി വരുമോ, അവർക്ക് അസുഖം വരുമോ, അങ്ങനെ പല പല യാത്രകളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അന്നൊക്കെ എൻ്റെ വെറും ഒരു തോന്നലായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനല്ല കേട്ടോ. മക്കളും അങ്ങനല്ല, മക്കളും ഭയങ്കര കോപ്പറേറ്റീവാണ്. ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഇപ്പം എൻജോയ് ചെയ്യാറുണ്ട്. മക്കളാണ് ഇപ്പോൾ ചോദിക്കുന്നത്, കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ വെളിയിൽ ഇറങ്ങിയില്ലേ, നമ്മൾ ടൂറിന് പോയിട്ട് എത്ര ദിവസമായി, എന്നാ അമ്മ നമ്മൾ ടൂറിന് പോകുന്നത്? അത് കേൾക്കാൻ നോക്കിയിരിക്കും അടുത്ത ടൂറ് പ്ലാൻ ചെയ്യാനായിട്ട്. ഈ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് മനസ്സിന് റിലാക്സേഷൻ ഫീൽ ചെയ്യാറുണ്ട്. എന്തൊക്കെയോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. പിന്നെ മൈൻഡ് കൂളായിട്ടിരിക്കുന്ന പോലെ തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക്?
നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള യാത്രകളൊക്കെ ഇഷ്ടമാണോ? Together they power discovery, resilience, and progress, forces shaped by balance and wisdom. നമ്മുടെ ഇന്നത്തെ ഈ ബിസി ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അന്ന് ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾക്ക് ഇപ്പോൾ ടൈമില്ലാന്ന് നമുക്ക് തോന്നും, പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മസ്റ്റായിട്ടും കണ്ടെത്തണം. ശരിക്കും നമുക്ക് എന്താണോ ഹാപ്പിനെസ് വരുന്നത് അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട് ആക്ച്വലി എൻ്റെ മെയിൻ ഉദ്ദേശം ക്യാഷ് തന്നെയാണ്. ക്യാഷിന് അത്യാവശ്യം വന്നപ്പം ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് നോക്കി, ഒന്നും ശരിയാകുന്നില്ലെന്ന് കണ്ടപ്പം രണ്ടാമത്തെ ചേച്ചിയാണ് പറഞ്ഞത്, യൂട്യൂബ് എന്ന് പറയുന്നത് നീ ഒന്ന് ചെയ്തു നോക്ക്, അതൊരു ഏണിംഗ് ആണ്. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിലോട്ട് തിരിയുന്നത്. പക്ഷേ ആദ്യം ഞാൻ യൂട്യൂബിലോട്ട് തിരിയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കാശാണ്. പക്ഷേ ഇപ്പം ഞാൻ അതിനകത്തൊരു എൻജോയ്മെൻറ്റ്സും കാണുന്നുണ്ട്. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഞാനിതൊക്കെ പറയുമ്പം അതിനകത്തൊരു ഹാപ്പിനെസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം പൈസ കിട്ടുമെന്നുള്ളത് ഉപരി ഞാനിത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ ഒരു മനസ്സിനൊരു സന്തോഷം. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ അത് നമുക്ക് ലോങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മടുപ്പോടെ ചെയ്യുമ്പോൾ അതിന് ഒരു കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല. യൂട്യൂബിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി ജൂൺ 1 തൊട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 1 ഇയർ ആകാറായി എന്ന് തോന്നുന്നു. ഈ മെയ് ആകുമ്പം 1 ഇയർ ആകും. പക്ഷേ ഈ പറയുന്ന ഒരു എന്താ പറയുക, ഏണിങ്സും എനിക്കിതിൽ നിന്ന് കിട്ടി തുടങ്ങിയിട്ടില്ല. കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിനകത്ത് വീഡിയോസ് ഇടുന്നതും കാരണം എന്നെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് വെക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നെയാണ് എനിക്കിഷ്ടം, അല്ലാതെ മടുത്തിരിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. നമ്മുടെ ഹാപ്പിനെസ്സിന് നമ്മൾ കുറച്ച് സമയം മസ്റ്റായിട്ടും കണ്ടെത്തണം. നാളത്തേന് വേണ്ടി ഒന്നും മാറ്റി വെക്കരുത്. അതെ, ഈ റിങ് കണ്ടോ, ലൈറ്റുള്ള അവിടെ ഞങ്ങൾ അതിൽ കൂടെ നടന്നിട്ട് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞ് റീൽസ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പം ടൈം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവരതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തു. അതുകൊണ്ട് അതിൽ കൂടെയുള്ള റീൽസ് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്നറിയത്തില്ല, ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന റീൽസ് എല്ലാം സേവ് ചെയ്ത് വെക്കും. പക്ഷേ ഇതൊന്നും കറക്റ്റ് സമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ സാഹചര്യം സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ അവിടെ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ മറന്നു പോകും. പിന്നെ വീട്ടിൽ വരുമ്പോഴായിരിക്കും അതൊക്കെ ഓർമ്മയിൽ വരുന്നത്. എനിവേ എല്ലാവരും, ഇവിടെയുള്ള എല്ലാവരും എനിക്ക് റീൽസ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൂടാതെ ഹോസ്പിറ്റലാണെങ്കിൽ ഫ്രണ്ട്സും എല്ലാവരെയും ഒറ്റ കയറി കിട്ടാവുന്ന പോലെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ശരിക്കും ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ. കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.